السلام على سيد المرسلين وآل كل وصحابة أجمعين أما بعد يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم അള്ളാഹു നമ്മെ കബൂലാക്കുമാറാവട്ടെ. മഹാനായ സയ്യിദുന വഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ യഥാർത്ഥ ആശിഖീങ്ങളിലും മാദിഹീങ്ങളിലും മുഹിബ്ബീങ്ങളിലും അള്ളാഹു നമ്മെയും നമ്മുടെ സന്താന പരമ്പരകളെയും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. അവിടുത്തെ വിരോധികളിൽ ആരെയും അള്ളാഹു പെടുത്താതിരിക്കുമാറാവട്ടെ. മഹാനരായ ഗൗസുൽ ആലമിൻ്റെ ആത്മീയമായ സഹായം എന്നും എപ്പോഴും അള്ളാഹു നമുക്കും നമ്മുടെ മജ്ലിസിലും കുടുംബങ്ങളിലും അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഈ സദസ്സ് കണ്ട് നാളെ പരലോകത്ത് സന്തോഷിക്കാൻ അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഇന്നും ലോകത്ത് സ്മരിച്ചു കൊണ്ടിരിക്കുകയാണ്. അക്കാലത്ത് ഒരുപാട് വ്യക്തിത്വങ്ങളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് രാജാക്കന്മാരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ വ്യതിരിക്തമായി മഹാനരായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ ഇന്ന് ലോക ജനത, വിശ്വാസി സമൂഹം നെഞ്ചിലേറ്റി ഏതൊരു വിഷയം നമ്മൾ മുഹയ്യിദ്ദീൻ ശൈഖേ എന്ന് വിളിച്ച് അവിടത്തോട് സഹായാർത്ഥന നടത്തുന്ന ഒരു പതിവ് വിശ്വാസി സമൂഹത്തിൽ സാധാരണമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഗൗസുൽ ആലം മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളെ ഇത്രമേൽ ലോകം സ്മരിക്കാനും അവർ ആദരിക്കാനും ബഹുമാനിക്കാനും ഒക്കെ കാരണമെന്ന് നാം ഒന്ന് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കിയാൽ അത് വളരെ ഉപകാരപ്രദമാകും. ബഹുമാനപ്പെട്ടവർ ഒരു മനുഷ്യനെ ഭൂമുഖത്തേക്ക് നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യ ഭൂതവർഗങ്ങളെ എനിക്ക് ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന ജീവിത ലക്ഷ്യം, ആരാധനയാകുന്ന ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ ഗൗസുൽ ആലം തങ്ങൾ വിജയിച്ചതുകൊണ്ട് മാത്രമാണ്. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ, അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിഷയത്തിൽ ഒരു പോരായ്മയും അവരിന് സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, മഹാനുഭാവൻ ഇന്നും ലോകത്ത് സ്മരിക്കപ്പെടാൻ കാരണം. ഒരു വിശ്വാസി അവൻ്റെ മരണത്തോടുകൂടെ അവന് ശക്തി കൂടുകയാണ്. അള്ളാഹുവിലെ അചഞ്ചലമായ വിശ്വാസവും കളഞ്ഞ ഈമാനുമുള്ളൊരു വിശ്വാസി ഈ ഭൂമുഖത്തിൽ നിന്ന് വിട പറയുമ്പോൾ അവൻ ലോകത്ത് നശിച്ചു പോകുന്നില്ല, അവൻ്റെ ശക്തി കൂടുകയാണ്. ഇത് ഏതൊരു മനുഷ്യനും സാധ്യമാകുന്ന കാര്യമാണ്. നമുക്കും അത് കഴിയും. എന്തായിരിക്കണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ അത്രയും ചെയ്യുകയും ജീവിതത്തിൽ നിഷിദ്ധമാക്കപ്പെട്ട വിരോധിക്കപ്പെട്ട സർവ്വകാര്യങ്ങളെയും ഒഴിവാക്കുകയും ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവനെന്നും എപ്പോഴും ആദരണീയനായി നിലകൊള്ളുകയാണ്. മഹാനായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹാത്മാവിൻ്റെ മഹാനരായ ഗൗസുൽ ആലം തങ്ങൾ പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ലായിരുന്നു. ഈ ഒരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു തിരിച്ചറിവ് ഞാനും നിങ്ങളും അനുഷ്ഠിക്കുകയാണെങ്കിൽ, ഉൾക്കൊള്ളുകയാണെങ്കിൽ നമുക്കും അള്ളാഹനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കാൻ കഴിയും. ഭൂമുഖത്ത് എന്ത് പ്രതിസന്ധികൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്കൊന്നും അത് ഏശുകയേ ഇല്ല.
എന്ത് നിയമ സംവിധാനങ്ങൾ നമുക്കെതിരെ വന്നാലും നമ്മൊക്കെ നാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കളങ്കരഹിതമായി വിശ്വസിക്കുകയും അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയും ചെയ്താൽ ഒരു സംവിധാനങ്ങൾക്കും നമ്മെ നശിപ്പിക്കാൻ കഴിയില്ല. മഹാനരായ ഗൗസുൽ ആദം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് പ്രിയപ്പെട്ടവരെ ഒരു വലിയ കോടീശ്വരനായിരുന്നു, ഒരു വലിയ ബിസിനസ്മാനുമായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. അല്ലാഹു തആലാക്ക് വഴിപ്പെടുന്ന വിഷയത്തിൽ ഒരു കുറവും വരുത്താതെ ജീവിച്ച മഹാനുഭാവൻ വലിയ ആലിമായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, ഒരുപാട് ശിഷ്യ സമ്പത്തുള്ള വ്യക്തിത്വമായ ഗുരുനാഥനായിരുന്നു, വലിയ പ്രഭാഷകനായിരുന്നു, കൂട്ടത്തിൽ വലിയ കച്ചവടക്കാരനുമായിരുന്നു. അക്കാലത്ത് വലിയ കപ്പലുള്ള മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ടവർ. സ്വന്തമായി കപ്പലുള്ള വ്യക്തിത്വമായിരുന്നു ശൈഖ് അവറുകൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും അള്ളാഹനെ ഭയപ്പെട്ട് വഴിപ്പെട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഭൂമി ലോകത്ത് വരുന്ന പ്രശ്നവും നമുക്ക് ഒരു പ്രതിസന്ധി നമുക്ക് വീശുകയേയില്ല. ആ ഒരു തിരിച്ചറിവാണ് ഗൗസുല്ലാദ് നമ്മെ പഠിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ടവർ അക്കാലത്ത് വലിയ കപ്പലിന്റെ ഉടമസ്ഥനായ കപ്പൽ ഉള്ള മഹാനായ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ പ്രിയപ്പെട്ടവരെ, അദ്ദേഹത്തിന് വലിയ ചരക്ക് കപ്പൽ മുങ്ങിപ്പോവുകയാണ്, മുങ്ങാൻ ഒരുങ്ങുകയാണ്. അവിടുത്തെ മുഹിബ്ബീങ്ങൾ വന്നുകൊണ്ട് പറഞ്ഞു, ശൈഖ് അവറുകളെ, നമ്മുടെ ചരക്കു കപ്പൽ മുങ്ങാൻ പോവുകയാണ്. മുങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ ശൈഖ് അവറുകൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്. എന്തേ പറഞ്ഞേ? അൽഹംദുലില്ലാഹ്. കോടാനക്കോടി ഉറുപ്പിയുടെ സമ്പത്ത് കടലിൽ മുങ്ങാൻ പോവുക. ആ മുങ്ങിപ്പോകുമ്പോ ബഹുമാനപ്പെട്ടവർ പറയണം, അൽഹംദുലില്ലാഹ്, ഒരു പ്രശ്നമില്ല, എനിക്കെൻ്റെ റബ്ബ് തന്നു, റബ്ബ് കൊണ്ടുപോയിക്കോട്ടെ. നമുക്ക് ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും നമ്മൾ ആകെ അസ്വസ്ഥരാകുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ബേജാറ്, ടെൻഷൻ എന്ന സാധനം ഉണ്ടാകാനേ പാടില്ല. നമ്മൾ ഈമാൻ കാര്യം 6-ൽ, ഈമാൻ കാര്യം 6-ാമത്തെ കാര്യത്തിൽ കൃത്യമായി വിശ്വസിച്ച മനുഷ്യനാണെങ്കിൽ അയാൾക്ക് ടെൻഷൻ ഉണ്ടാകില്ല. ഇന്ന് ആകെയുള്ള പ്രശ്നം എന്താ? എല്ലാവർക്കും ടെൻഷനാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് നമ്മളതിനെ വലിയ പർവ്വതീകരിച്ചിട്ട് ടെൻഷൻ അടിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ ഭൂമുഖത്തേക്ക് നമ്മെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ബാധ്യസ്ഥരാണ് നമ്മൾ. അവൻ്റെ ഖളാ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ് നമ്മൾ. എന്ത് പ്രതിസന്ധികൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും അതൊക്കെ കുല്ലും മിൻ ഇൻദില്ലാഹ്, അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് തിരിച്ചറിവോടുകൂടെ പോസിറ്റീവായ മൈൻഡ് മനസ്സോടുകൂടെ നമ്മൾ ജീവിച്ചാൽ ഭൂമുഖത്തൊരു പ്രശ്നവും നമുക്കൊരു പ്രശ്നമേ ആകൂല. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തിരിച്ചറിവ് നൽകുമാറാവട്ടെ. മൻ റളിയ ബിഖളാഇല്ലാഹ് അർളാഹുല്ലാഹു ബിജമീലി ഖദ്രിഹി. എന്താണ്? റഹീം. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എല്ലാവരും ഈ സദസ്സിൽ പങ്കെടുത്ത എല്ലാവരും സയ്യിദ് അവറുകൾ എല്ലാ മാസം നടക്കണ ഈ മാസത്തെ ഒരു ഗിഫ്റ്റായിട്ട് പറഞ്ഞു തരികയാണ്. എല്ലാവരും ബാങ്ക് കൊടുത്ത് ഈ ദുആ കഴിഞ്ഞ ശേഷം ഒരായത്തിൽ കുറിച്ച് എല്ലാവരും ഓതുക. അടുത്ത ബാങ്ക് വരക്കുള്ള എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാവരും ഏറ്റില്ലേ? ഈ സദസ്സിൻ്റെ ഒരു സമ്മാനമായിട്ട് നിങ്ങൾക്ക് തരും ഇൻഷാ അല്ലാഹ്. ബാക്കി നമുക്ക് സൗകര്യം പോലെ പറയാം.